യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ അല്പനിമിഷം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന കച്ചവടക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവർ, ഞങ്ങളുമായി വ്യക്തിപരമായ സംഭവങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ച സഹോദരങ്ങൾ, ഏവർക്കും ദൈവം അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ദീർഘസമയം ഇവിടെ ഒരു സന്ദേശത്തിനായി ഞങ്ങൾ ചിലവഴിക്കുന്നില്ല. എങ്കിലും വിശുദ്ധ ബൈബിളിനെ അധികരിച്ചുകൊണ്ട് ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആരും എത്തിയെന്നും വിളിക്കുന്നില്ല. എങ്കിലും ഒരു വാദകം പറയാതെ പോകാൻ സാധ്യമല്ല. വിശുദ്ധ ബൈബിൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഗ്രന്ഥമല്ല. പ്രത്യുത മനുഷ്യന്റെ ആശ്വാസത്തിന്, മനുഷ്യന്റെ ധാർമ്മിക ജീവിതത്തിന്, മനുഷ്യന്റെ മരണാനന്തരമുള്ള ജീവിതത്തിന്, അവന്റെ രക്ഷയ്ക്കുതകുന്ന സന്ദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദൂതുകൾ അല്ലെങ്കിൽ വാക്കുകളാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. ആ ബൈബിളിൽ രണ്ടു ഭാഗമായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭാഗം പഴയ നിയമം എന്നാണ് പറയുന്നത്. അത് പഴകിയതുകൊണ്ടല്ല, പ്രത്യുത യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ജഡത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ കുറിച്ചുള്ള പ്രവചന പുസ്തകങ്ങളാണ് ഈ പഴയ നിയമഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നെയുള്ളത് പുതിയ നിയമമെന്നാണ്. അത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ഇവിടെ ജനിച്ച് അനന്തരം താന് തന്റെ പരസ്യമായ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ച സന്ദർഭങ്ങൾ മുതലുള്ളതാണ് ബൈബിളിലെ പുതിയ നിയമം എന്ന് പറയുന്നത്. ആ പുതിയ നിയമത്തിൽ ഒരു വാക്യശകലമുണ്ട്. ആ വാക്യശകലം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. കേൾക്കുന്ന ധന്യരായ പ്രിയപ്പെട്ടവർ, മാന്യന്മാരായ നാട്ടുകാർ അതൊന്ന് ശ്രദ്ധിക്കണമേ. ആ വാക്കിങ്ങനെയാണ്: രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാനിവിടെ വന്നപ്പോൾ ചില ബഹുമാന്യ പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ട് സംസാരിക്കുവാൻ ഇടയായി. അവരുടെ കഥനകഥകൾ ചില നിമിഷങ്ങൾ കൊണ്ട് പങ്കുവച്ചു. ഞങ്ങൾ ഈ ദേശത്ത് അന്യരാണ്. നൂറുകണക്കിന് കിലോമീറ്ററുകൾ തണ്ടി ഇടുക്കിയുടെ ഈ മണ്ണിൽ വന്നുകൊണ്ട് ഞങ്ങൾ പ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കേണ്ട ആവശ്യകത ഒന്നുമില്ല. പക്ഷേ ദൈവദാസന്മാർ, ദൈവഭക്തന്മാർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് നിങ്ങളുടെ കഥനകഥകളും നിങ്ങളുടെ നിരാശപ്പെടുത്തുന്ന വേദനിക്കുന്ന അനുഭവങ്ങളും ഞങ്ങളോട് പങ്കുവച്ചു. ഞങ്ങൾ ആ നിമിഷം ചെയ്തത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു മാറുകയല്ല. പ്രത്യുത ആശ്വാസത്തിന്റെ കണികൾ നൽകപ്പെടുന്ന സുവിശേഷത്തിന്റെ സന്ദേശങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ തുടർന്നും ആ ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന സന്ദേശങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരു മനുഷ്യൻ ചോദിച്ച ചോദ്യമാണ്: രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ആ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാ. എന്റെ മുമ്പിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു നല്ലവനായ നാട്ടുകാരൻ ഒരു ലോട്ടറി ടിക്കറ്റുമായി നിൽപ്പുണ്ട്. ലോട്ടറി ടിക്കറ്റിന്റെ കച്ചവടം പറയുകയല്ല, ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു പിതാവിനെ ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കച്ചവടം ലോട്ടറിയാണ്, അല്ലേ അച്ഛാ? കോടിക്കണക്കിന് രൂപയുടെ സാധനമാണ് വിറ്റഴിക്കുന്നത്. നമ്മളൊക്കെ ആ ലോട്ടറി ചെന്ന് വാങ്ങുന്നത് രക്ഷപ്പെടാനാ, അല്ലേ? രക്ഷപ്പെടുവാൻ വേണ്ടി ലോട്ടറി എടുക്കുകയാണ്. അടിക്കാറില്ല പലപ്പോഴും, അത് സർക്കാരിന് തന്നെ അടിക്കാറാണ് പതിവ്. എങ്കിൽ പോലും നമ്മൾ ആ ലോട്ടറി എടുക്കുന്നത് നാളെ ഒന്ന് അടിക്കും എന്ന് കരുതുക, രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഞാനൊരിക്കൽ പണ്ട് മുല്ലപ്പെരിയാർ ഡാം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പ്,
ആ സമരമൊക്കെ കൊടുമ്പരി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഭാഗത്തൂടെ വണ്ടിപ്പെരിയാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഷെഡ് കെട്ടി സമരം നടക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും മുല്ലപ്പെരിയാർ തകരുമെന്നും മനുഷ്യജീവിതം തകരുമെന്നുമൊക്കെ വളരെ നിരാശപ്പെട്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഞാൻ കണ്ട ഒരു കാഴ്ച പറയാം. ഒരു വശത്ത് സമരപ്പന്തലിൽ ആയിരക്കണക്കിന് ആളുകളിരിക്കുമ്പോൾ മറുവശത്ത് നാളെയാണ് സൗഭാഗ്യത്തിന്റെ ലോട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് കച്ചവടം പൊടിപൊടിക്കുകയാണ്. മരിക്കുവാൻ തുടങ്ങുന്ന മനുഷ്യന് പോലും രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടായിട്ടല്ലേ ആ സാധനം പോയി വാങ്ങുന്നത്? അപ്പം ഏത് മനുഷ്യന് രക്ഷപ്പെടുവാൻ ആഗ്രഹമില്ലാത്തത്? ഇങ്ങനെ കൂലിപ്പണി ചെയ്ത് മദ്യപിച്ച് അതേ പട്ടണത്തിന് നടുവിൽ നിന്ന് മതോന്മത്തനായി നിന്നുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിച്ചവരല്ല നമ്മളാരും. ഇങ്ങനെ ഒരു കൊച്ചു ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചവരല്ല നമ്മളാരും. ഇവിടെ ഒരു ലോഡിംഗ് തൊഴിലാളിയായി ജീവിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചവരല്ല നമ്മളാരും. പക്ഷേ വിധിയുടെ ഏതോ ഒരു ഭാഗത്ത് നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയതാ. ഇപ്പോഴും നമ്മുടെ മനസ്സിലെയൊക്കെ ചിന്താധാര എന്താണ് എന്ന് ചോദിച്ചാൽ എന്നെങ്കിലും രക്ഷപ്പെടും, മക്കളിലൂടെയെങ്കിലും രക്ഷപ്പെടും, എപ്പോഴെങ്കിലും രക്ഷപ്പെടും, എപ്പോഴെങ്കിലും ഒരു അനുഗ്രഹം വരും എന്ന് ഓർത്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന എന്റെ ബഹുമാന്യ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആ രക്ഷയൊക്കെ താൽക്കാലികമാണ്. എന്നെ സ്നേഹിച്ച് ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബഹുമാന്യ പ്രിയപ്പെട്ടവൻ പറഞ്ഞൊരു വാചകമുണ്ട്. രാവിലെ ഒരു ശവമടക്ക് നടത്തിയിട്ടാണ് വരുന്നത്. എന്റെ കാലിലെ മണ്ണ് കണ്ടോ? ഞങ്ങൾ കുഴിയെടുത്ത് ഒരു മനുഷ്യനെ ഇവിടെ അടക്കിയിട്ടാണ് ഇപ്പോൾ വരുന്നത് പാസ്റ്ററെ എന്ന് പറയുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഏത് നിമിഷവും അവസാനിപ്പിക്കാവുന്ന അവസാനിച്ചു പോകുന്ന ഒരു ജീവിതത്തിന്റെ ഒരു അനുഭവത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത്? നിങ്ങൾക്കറിയാമോ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആരംഭിക്കുന്ന ഈ ഹൃദയത്തിന്റെ ഇടിപ്പുണ്ടല്ലോ, അത് 3 സെക്കൻഡ് എന്ന് നിർന്നുപോയാൽ നമ്മളുടെ പേര് ശവമെന്ന. എന്നാൽ ഇപ്പോഴും ജീവനോടെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ് എന്ന് പറയാതെ വയ്യ. എന്നെ കേൾക്കുന്നതിന്റെ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ രക്ഷയൊക്കെ താൽക്കാലികമാണ്. ലോട്ടറി അടിച്ചാൽ അത് താൽക്കാലികമാണ്. ഇവിടെ കടകളുണ്ടാകാം, ബിസിനസ്സുകളുണ്ടാകാം, ഉന്നതമായ സൗഭാഗ്യങ്ങളുണ്ടാകാം, ആരോഗ്യമുണ്ടാകാം, സൗന്ദര്യമുണ്ടാകാം, സൗന്ദര്യമുള്ള ഭാര്യ ഉണ്ടാകാം, മക്കളുണ്ടാകാം. പക്ഷേ ഒരു ദിവസം ഇവിടെ നിന്ന് മരണം വഴിയായി നമ്മളെല്ലാവരും മാറ്റപ്പെടേണ്ടതാണെന്ന കാര്യം മറന്നുപോകരുത്. ഞാൻ അത് പറഞ്ഞ വാക്കിലേക്കൊന്ന് വരാം കേട്ടോ. രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അതിന്റെ പശ്ചാത്തലമെന്ന് പറയാം. ഒരു ജയിലറയിൽ യേശുക്രിസ്തുവിന്റെ ചില ശിഷ്യന്മാര് കിടക്കുക. അങ്ങനെ കിടക്കുമ്പോൾ അവര് ഞങ്ങളുടെയൊക്കെ പരിപാടി എന്ന് പറഞ്ഞ് നിങ്ങളും പറയാറില്ലേ കൈകൊട്ടി പാട്ടുകാരാണെന്നേ. ഈ ഒച്ച വെച്ച് പാടുന്ന പാർട്ടികളാണ് ഞങ്ങള്. കൈകൊട്ടിപ്പാട്ടും പ്രാർത്ഥനയല്ല ഞങ്ങൾക്കൊന്നും അറിയത്തുമില്ല. അപ്പോ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണോ, ഇനി കളിപ്പിച്ച് ജീവിക്കുന്നവരാണെന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഞങ്ങളുമൊക്കെ കടന്നു പോകുന്നത് ഈ ഭൂമിയിലായതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന അതേ അനുഭവമാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളമാണ് ഞങ്ങളും കുടിക്കുന്നത്, നിങ്ങൾ ശ്വസിക്കുന്ന വായുവാണ് ഞങ്ങളും ശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഭൂപരപ്പിലുള്ള കഷ്ടതകൾ നമുക്കെല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ആശ്വാസത്തിന്റെ സന്ദേശങ്ങൾ തരുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അനുഭവിക്കുന്ന ഹൃദയാന്തർഭാഗത്ത് അനുഭവിക്കുന്ന ഒരു സന്തോഷമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പകൽക്കാലം യേശുക്രിസ്തുവിനെ ഇവിടെ ഉയർത്തുന്നത്.